കൂട്ടുകാരെ നമസ്കാരം, അജീഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടപ്പന വരെ വന്നായിരുന്നു. കട്ടപ്പന വരെ വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു വീഡിയോ കിടക്കേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കേട്ടോ. വേറൊന്നുമല്ല, വലിയ തോവാള. ഇതൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം നമ്മുടെ കല്ലാർ ഡാമിൽ നിന്ന് ടണലടിച്ചിട്ട് അഞ്ചുരുളിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ മുഖം വന്നു ചേരുന്നത് ഈ വലിയ തോവാളയാണ് കേട്ടോ. അപ്പോൾ വലിയ തോവാള ഗ്രാമവും ആ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുവഴി നമുക്ക് പാമ്പാടും പാറയിലേക്ക് കയറണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഏതോ ഒരു വില്ലേജിലേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയാണ്. ആ ചെറിയ വഴിയുടെ സൈഡിലാണ് ഈ പാലം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇതിലൂടെയുള്ള യാത്രയിൽ വണ്ടിയൊക്കെ ഒതുക്കി കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്ഥലമാണ് നമ്മുടെ ഈ വലിയ തോവള പാലം കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ പോയാൽ നമുക്ക് വലിയ തോവള ടൗൺ നമുക്ക് കാണാൻ പറ്റും. ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമമാണ്. അവിടെ പള്ളിയുണ്ട്, സ്കൂളുണ്ട്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ നമ്മൾ പാമ്പാടും പാറ കയറി പോകുന്ന വഴിക്കാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ പോകുന്ന വഴിക്കാണ് നമ്മൾ കാണാനുള്ള തുരങ്കത്തിൻ്റെ മുഖോട്ടോ. ഇത് നോക്കി, ഇതിലൂടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തോടൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന ആ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളമില്ല, മഴക്കാലം അല്ലല്ലോ, ഇപ്പോൾ വേനൽക്കാലം അല്ലേ, വെള്ളമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണെങ്കിലും ഇത് ഈ ഒരു സൈഡിലേക്ക് നോക്കിയാലും ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയുടെ അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത് ഇവിടെ കേട്ടോ. മിക്കവാറും മാവൊക്കെ ഇങ്ങനെ അറിഞ്ഞു പൂത്തിട്ടുണ്ടെങ്കിലും മാവിൽ മാങ്ങ കുറവാണ് കേട്ടോ. കാരണം പൂക്കളൊക്കെ കാറ്റത്ത് ഇങ്ങനെ അടിച്ച് പറിച്ച് കളയുകയാണല്ലോ. ഞാൻ ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ കിടന്ന ഒരു വഴികടെ കുറച്ചുകൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. ഒരു സംഭവം നിങ്ങളോട് പറയാനാണ്. ഈ കാണുന്ന സ്ഥലമുണ്ട്, ഈ പുല്ല് നട്ടക്കുന്ന പ്രദേശം മുഴുവൻ നമ്മുടെ എരട്ടയാർ ഡാമിൻ്റെ ഏരിയയാണ്. KS ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. ഇത് പാട്ടത്തിന് പുല്ല് കാണാൻ വേണ്ടി ഇവിടെയുള്ള കൃഷിക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ വാഹനങ്ങളൊക്കെ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫൈനലി നമ്മൾ എരട്ടയാർ പാലമൊക്കെ കടന്ന് നമ്മൾ എരട്ടയാറല്ല തോവാള പാലമൊക്കെ കടന്ന് നമ്മൾ തോവാള ടൗണിലേക്ക് കടന്നു പോവുകയാണ്. നിങ്ങൾ നോക്കി എത്ര മനോഹരമായിട്ടുള്ള ഒരു വഴിയാണെന്ന് നോക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയ്ക്ക് പറഞ്ഞതാണ്, ഇടുക്കിയിലെ വഴികളെല്ലാം BMRC ലെവലിലേക്ക് അങ്ങ് മാറി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളുണ്ട്. ഇത് ഏലത്തിൻ്റെ മേഖലയാണ്, ഏലകൃഷിയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാമ്പത്തിക സ്ഥിതിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ സൈഡിൽ ഈ വഴിയോരത്ത് ധാരാളം പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിന്ന് ആ പാലമില്ലേ, ആ പാലത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പോകണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് തോവാള എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഫൈനലി നമ്മൾ തോവാള ഗ്രാമത്തിലേക്ക് എത്തി. ഇവിടെ കൂടുതൽ ഫുള്ള് തോവാള ഗ്രാമമാണ്. ധാരാളം സ്ഥാപനങ്ങളെ തൊട്ട് വലിയ തോവാള. ഈ വലിയ തോവാള എന്ന് പേര് വരാൻ കാരണം വെച്ചാൽ വേറൊരു തോവാളയും കൂടെ ഉണ്ട് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ കുമിളി, അതുപോലെ പാമ്പാടും പാറ, അതുപോലെ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നെടുങ്കണ്ട, മാശാരി കവല, എരട്ടയാർ വീണ്ടും തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവഴി നെടുങ്കണ്ടം പോകുന്ന വഴി തന്നെയാണ് എഴുകുംവയൽ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഈ കാണുന്ന വഴിക്കൂടെ പോയാലാണ് പാമ്പാടും പാറ അതുപോലെ കുമിളിയൊക്കെ പോകാൻ പറ്റണേ. പക്ഷേ നമ്മളിത് ഈ വഴിക്കൂടെ ഒന്ന് തിരിഞ്ഞ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളങ്ങനെ വലിയ തോവാള ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ഗ്രാമത്തിൻ്റെ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇന്നലെ കണ്ട് പെരുന്നാൾ കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിഷ്വൽ ട്രീറ്റൊക്കെയാണ് നമുക്ക് ഈ പള്ളിയുടെ അങ്കണത്തിലേക്ക് കയറിയപ്പോൾ നമുക്ക് കിട്ടിയത് കേട്ടോ. വലിയ ഒരു ചെറിയ പള്ളിയാണ്. നമ്മൾ ആ പള്ളിയുടെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ. ഹലോ, ചാനലാണ്. ഏതാ കടയാണോ അതോ കഴിക്കാൻ വന്നതാ അല്ലേ? ഇടുക്കി ചില്ലീസ്. എന്താ പേരെന്നെ? സുബീത് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ. ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ ഒരു വഴി കണ്ടോ? ഈ വഴി ശരിക്കും നമ്മുടെ എരട്ടയാർ ടൗൺ കഴിഞ്ഞിട്ട് പാലം കടന്ന് നമ്മൾ കയറി വരുമ്പോൾ വരുന്നതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് എരട്ടയാറിനുള്ളൂ കേട്ടോ. അപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു പകുതി കടകളൊക്കെ ഇവിടെ അവധിയാണ്. ഇവിടെ ഒരു ഗ്രോട്ടം നമുക്ക് കാണാൻ പറ്റും. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് സ്കൂളുണ്ട്. സ്കൂളിൻ്റെ വാഹനങ്ങളൊക്കെ കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ നെടുങ്കണ്ടം എഴുകുംവയലൊക്കെ പോകുന്ന വഴി കേട്ടോ. വലിയ തോവാള സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് ഒന്ന് കയറി പോകാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതെ, ആ സ്കൂൾ ഒരു വെറൈറ്റി സ്കൂളല്ലേ, എന്ത് നല്ല പ്രകൃതി ഭംഗിയിലാണ് സ്കൂളിരിക്കണമെന്ന് നോക്കി. ക്രൈസ്റ്റ് രാജ് HSS വലിയ തോവാള, അങ്ങനെയാണ് സ്കൂളിൻ്റെ പേര് കേട്ടോ. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് നെടുങ്കണ്ടം പോണ ബസ്സാണ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നെടുങ്കണ്ടം ബസ് ഇവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്.
ഇത് ഇനി എഴുകുമ്പേരി ചെന്നിട്ട് ചേമ്പളം കൂടി നെടുങ്കണ്ടത്ത് എത്തും കേട്ടോ. അതാണ് ബസ്സിൻ്റെ റൂട്ട്. അപ്പോൾ വലിയതുള്ള ടൗണൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, ജോസ്കോ ഹോട്ടൽ. ഞാൻ ഇതിലൂടെ പോകുന്ന വഴിക്കൊക്കെ ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യം എന്നൊക്കെ പറഞ്ഞാലും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചിട്ട് മിക്കവാറും കടകൾ നമ്മുടെ വലിയതോളം ഗ്രാമം അടച്ചിട്ടേക്കും കേട്ടോ. ശരിക്കും എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു ടൗണാണ് വലിയതോവാള എന്ന് പറയണേ. വട്ടപ്പാറ അഞ്ചുമുക്ക്, മന്നാക്കുടി പാമ്പാടുംപാറ. ഇതാണ് പാമ്പാടുംപാറ വഴി കേട്ടോ. മറ്റേത് വട്ടപ്പാറ അഞ്ചുമുക്ക്. അപ്പോൾ വട്ടപ്പാറ MES കോളേജിൻ്റെ അങ്ങോട്ട് കയറുന്ന വഴിയായിരിക്കും അത്. ഈ വഴിക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കല്ലാർ ഡാമില്ലേ, കല്ലാർ ഡാമിൽ നിന്ന് ടണൽ അടിച്ചിട്ട് ആ വെള്ളം എരട്ടാർ ഡാമിലേക്ക് അടിക്കും. എരട്ടാർ ഡാമിൽ നിന്ന് ടണൽ അടിച്ചിട്ട് ആ വെള്ളം നേരെ അഞ്ചുരുളി ഇടുക്കി ഡാമിലേക്ക് അടിക്കും. അപ്പോൾ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഏതാ കല്ലാർ ഡാമിൽ നിന്ന് ടണൽ അടിച്ച് വെള്ളം ചാടി വരുന്ന ആ ഒരു മുഖം, അവിടെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളങ്ങനെ മന്നാക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ശരിക്കും പേര് കേട്ട് നിങ്ങൾ അതിശയിക്കേണ്ട, പണ്ട് അവരുടെയൊക്കെ കയ്യിലിരുന്ന ഭൂപ്രകൃതി തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അതിനുശേഷം ആളുകൾ ഉപയോഗിച്ച് പല താമസമൊക്കെ തുടങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്പലമില്ലെങ്കിലും അമ്പലത്തിൻ്റെ കവാടമുണ്ട്. വലിയതോവാളയിൽ നിന്ന് നമ്മൾ മന്നംകുടിക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലമാണ്. പള്ളി കാണിച്ചപ്പോൾ അമ്പലമെന്ന് കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ പണിങ്ങിയാലോ. എന്നാലും നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്താണ്, ശ്രീദേവി ശാസ്ത്ര കുരുക്ഷേത്രം വലിയതോവാള, അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ പണിതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി വന്നിട്ട് ഇവിടുത്തെ വീഡിയോ ഒക്കെ നമുക്ക് ഒന്ന് കവർ ചെയ്യാം അല്ലേ. ഈ ചൂട് കൂടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഏലത്തിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ദയനീയമാണ് കേട്ടോ. ഇതുണ്ടോ, ചൂട്ടും ചോള പോലെയായി, ചൂട്ടും ചോള പോലെ. നിങ്ങൾ നോക്കിയേ, ഫുള്ള് കരിഞ്ഞ് ഉണങ്ങി നാശമായിട്ട് നിൽക്കുകയാണ്. ശരിക്കും എല്ലാം കരിഞ്ഞ് ഉണങ്ങി നിൽക്കണേ. അതുകൊണ്ട് തന്നെ കാണാൻ അത്ര സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മന്നാക്കുടി എന്ന് പറയുന്നത്. നമ്മളങ്ങനെ അതെ വലിയതോവാള പള്ളിയുടെ കുരിശുപള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, ചെറിയൊരു ഷോപ്പൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നോക്കിയേ, ഇവിടെ എല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തുരങ്കം എന്നാണ് പറഞ്ഞത്. തുരങ്കം കണ്ടതിന് ശേഷം നമ്മൾ ഇതുവഴി പാമ്പാടുംപാറയ്ക്ക് കയറും. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നു. രക്ഷോട്ട് ടാസ്ക് വാ, നമ്മളങ്ങനെ സ്ഥലത്ത് മായിട്ടുള്ള യാത്രയൊക്കെ നടത്തിയിട്ട് നമ്മൾ ടണൽ മുഖത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, എൻ്റെ പൊന്നെ, വെള്ളമില്ല, അതാണ് ഇവിടുത്തെ ഒരു സംഭവം കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ആ കാണുന്നതാണ് നമ്മുടെ ടണൽ മുഖം. നിങ്ങൾ ഓർക്കില്ലേ, വെള്ളമില്ലാത്തപ്പോൾ എന്തിനാണ് ഈ ടണൽ മുഖം കാണിക്കുന്നത്? നമുക്ക് വെള്ളമുള്ളപ്പോൾ ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലോ. നമ്മൾ ഇതിന് സൈഡ് പറ്റിയിട്ട് ടണൽ മുഖം വരെ പോകും. ഇതിലൂടെയാണ് വെള്ളം ഒഴുകിയിട്ട് നമ്മുടെ എരട്ടയാർ ഡാമിലേക്ക് ചെന്ന് കയറുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വിജനമായ ഒരു ഏരിയയാണ്, ഫുള്ള് വിജനമായ ഏരിയയാണ്. നമ്മൾ വന്ന ഈ വഴി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദൂരം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ടണൽ മുഖത്തേക്കൊന്ന് പോയാലോ. ഇതേ നോക്കിയേ, ആ വഴിയുണ്ടോ, ഇതിങ്ങനെ കിലോമീറ്റർ നീളത്തിൽ ആ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്ന ഇടവഴിക്കടെ നമുക്ക് ടണൽ മുഖത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. മഴയാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ ഈ വേനൽക്കാലം തന്നെ ഇത് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. നമുക്ക് ഈ വേനൽക്കാലത്ത് വന്നാലാണ് ടണൽ മുഖത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നോക്കിയേ, ഇവിടെ എല്ലാം പാറയാണ്. എന്നാലും നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ അടുത്ത നാളാണ് ഇവിടെ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ. മഴക്കാലങ്ങളിൽ ഈ ടണൽ മുഖത്തോടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഭയങ്കര, എൻ്റെ കാലേരതുകൊണ്ട് കൊണ്ടുവല്ലോ, ഭയങ്കര അളവ് കൂടുതലാണ് കേട്ടോ. തകർത്തേ കേട്ടോ. വിജനമായ ഏരിയയാണ്, ഒരാൾ പോലും ഇല്ല കേട്ടോ. എൻ്റെ പൊന്നെ. അപ്പോൾ ഈ തുരങ്കത്തോടെ ഇറങ്ങി വരുന്ന വെള്ളമാണ് നമ്മുടെ ഇടുക്കി ഡാമിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾ ഓർക്കണം, അതായത് നമ്മുടെ രാമക്കൽമേടില്ലേ, രാമക്കൽമേട്, തൂക്കുപാലം, അതുപോലെ കമ്പംമേട്ടിന് ഭാഗം, അവിടെ നിന്നുള്ള വെള്ളമെല്ലാം നമ്മളെ കല്ലാർ ഡാമിലേക്ക് വന്നിട്ട് കല്ലാർ ഡാമിൽ നിന്ന് നേരെ ഈ തുരങ്കം വഴി ഒഴുകി ഇതുവഴി പാസ് ചെയ്തിട്ട് എരട്ടയാർ ഡാമിലേക്ക് എത്തും. എരട്ടയാർ ഡാമിൽ നിന്ന് ഇതുപോലെ തന്നെ തുരങ്കം അടിച്ചിട്ട് നമുക്ക് ഏകദേശം 5.5 കിലോമീറ്റർ നീളത്തിലുള്ള തുരങ്കത്തിൻ്റെ അകത്തോടെ ഇടുക്കി ഡാമിൽ എത്തിച്ചേരും. അതാണ് ഈ വെള്ളത്തിൻ്റെ ടാസ്ക് കേട്ടോ. സൈഡുകൾ പറ്റി നമ്മളങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പാറ പൊട്ടിച്ച് തള്ളിയ ഒരു കവാടത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ആകെ മൊത്തം പേടിക്കേണ്ട ചേട്ടന്മാരെയാണ്, പാമ്പേ. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടോ, അങ്ങേറ്റത്തെ ഒരു വെട്ടം നമുക്ക് കാണാം അല്ലേ, ഒരു പൊട്ട് പോലെ നമുക്കൊരു വെട്ടം കാണാം കേട്ടോ. നമ്മളെന്തായാലും തരംഗത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പ്രവേശിക്കില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഡേഞ്ചറാണ്.
ഇതുണ്ടോ ഇതിൻ്റെ മോളൊക്കെ മഴക്കാലത്ത് ഇടിഞ്ഞു പോകുന്നതാണോ ഉരുള് പൊട്ടി പോകുന്നതാണോ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. കുറച്ചുകൂടെ നമുക്ക് അടുത്ത് പോകാം അല്ലേ. ഈ തുറങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അങ്ങേറ്റത്തൊരു പൊട്ട് പോലെ ഉണ്ട് കേട്ടോ. ഈ കവാടം മാത്രമാണ് വാർത്തിട്ടേക്കണേ. അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ അഞ്ചുള്ളിൽ തുറങ്ങും പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പാറ വെട്ടി ഉള്ളെല്ലാം പല കുഴിയും കുണ്ടുമൊക്കെ ആയിട്ട് കിടക്കുന്ന തുറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കണേ സേഫല്ല. കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. മാത്രമല്ല മേളിൽ നിന്ന് പാറ കഷ്ണമൊക്കെ അടന്നു വിടാനൊക്കെ ഒരു സാധ്യതയുണ്ട്. എന്നാണെങ്കിലും ഇതിനകത്ത് വരുമ്പോണ്ടല്ലോ നല്ല ചെളിമണമുണ്ട്, മീനിൻ്റെ ഒക്കെ ഒരു മണമേ. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടത്തില്ലേ, അതേ സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജന്തുജാലങ്ങളെല്ലാം ഇതിൻ്റെ അകത്തും ഉണ്ടാവും. അതുകൊണ്ട് ആരും ഇതിനകത്ത് പ്രവേശിക്കരുത്. ഒറ്റയ്ക്ക് ലേഡീസൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് വരാതിരിക്കുക കേട്ടോ. തുരങ്കത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് പിന്നീട് നമ്മൾ പോകുന്നത് പാമ്പാടുംപാറ റൂട്ടിലേക്കാണ്. നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ നമ്മൾ കടന്നു വന്ന വഴികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. പാമ്പാടുംപാറ വന്നാൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ള ഏലം ഗവേഷണ കേന്ദ്രമാണ്. പക്ഷേ അങ്ങോട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഉള്ളത് പാമ്പാടുംപാറ പഞ്ചായത്താണ്. എന്നാണെങ്കിലും ഏലത്ത് ഇപ്പോൾ നിലവിൽ കപ്പയാണ് നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വന്നാൽ ഈ ഒരു സൈഡിലാണ് നമ്മുടെ പാമ്പാടുംപാറ പഞ്ചായത്തുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം ഏലത്തോട്ടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലയാണ്. പാമ്പാടുംപാറയിൽ നിന്ന് നിങ്ങൾക്ക് മുണ്ടിയരിമ വഴി രാമക്കൽമേടും അതുപോലെ കമ്പമൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നേരെ പോകുന്നത് പൂപ്പാറ, നെടുങ്കണ്ടം, മൂന്നാർ. നമ്മുടെ പാമ്പാടുംപാറ ടൗണിൽ നിന്ന് അല്പം മാത്രം നമ്മൾ മാറി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ചർച്ചാണ് കേട്ടോ. ഇത് ആർച്ച് ചർച്ചാണ്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിലിരിക്കുന്ന ചർച്ചാണ് കേട്ടോ. നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഒരു വളരെ ചെറിയ പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പള്ളി. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അതും ഫുള്ള് വൈബാണ്. ഫ്രണ്ടൊക്കെ നോക്കി തൊട്ട് താഴേക്കടെ നമ്മുടെ NH കടന്നു പോവുകയാണ് നമ്മുടെ മൂന്നാർ തേക്കടി. പാമ്പാടുംപാറ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ തേക്കടിക്കുണ്ട് കേട്ടോ. നെടുങ്കണ്ടത്തിന് 9 കിലോമീറ്ററും. അപ്പോൾ നിങ്ങൾ ഓർക്കണം എന്തോരം ദൂരമാണ് വഴിക്കുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ എത്തി കേട്ടോ. ഇതാണ് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ട്. അപ്പോൾ കൂടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ പള്ളിയുടെ മുറ്റത്ത് വെച്ച് തന്നെ നമുക്ക് അവസാനിപ്പിച്ചേക്കാം അല്ലേ. അടിപൊളിയല്ലായിരുന്നോ? നമ്മൾ വലിയ തോവാള ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, വിശേഷങ്ങൾ. അവിടെ നിന്ന് വന്ന് നമുക്ക് കല്ലാർ ഡാമിന് നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുപോകുന്ന തുരങ്കത്തിൻ്റെ കാഴ്ചകൾ, അവിടെ നിന്ന് ചെറിയ വഴിയൊക്കെ കണ്ട് നമ്മൾ നേരെ പാമ്പാടുംപാറയിൽ വന്നിരിക്കുന്നതാണ്. പാമ്പാടുംപാറ കാഴ്ചകളും അതുപോലെ ഈ മനോഹരമായ പള്ളിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.